ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വോട്ട് ചോർച്ച ഉണ്ടെന്നുള്ളത്. ആ സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു സ്ഫോടനം നടക്കുന്നത് ചെങ്കോട്ടയിൽ? ഇങ്ങോട്ടൊന്നും അങ്ങനെ വരില്ല. ഇവിടെ രണ്ട് കൂട്ടരും എല്ലാം ഒരുപോലെ ഇരിക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. വോട്ട് ചോർച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് തെളിവ് നമുക്ക് ഇല്ല. അവർക്ക് നല്ല ഭരണം ആരോ കാഴ്ചവെക്കുന്ന അവർക്ക് വോട്ട് കൊടുക്കുക, അതാണ് ഇവിടുത്തെ പോളിസി. ബി.ജെ.പി. വിവിധ സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പിൽ ജയിക്കുമ്പോഴെല്ലാം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ആരോപിക്കാറുള്ള ഒന്നാണ് വോട്ട് ചോരി. ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിലും അദ്ദേഹം ഇതേ കാര്യം തന്നെ ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ ബി.ജെ.പിക്കൊപ്പമാണ് ജനങ്ങൾ എന്നാണ് റിസൾട്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ട് ചോർച്ചയുണ്ടോ, അതോ ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് ജനങ്ങൾ ഇട്ടുകൊടുക്കുന്നതാണോ? സാധാരണക്കാർക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടു നോക്കാം. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ട് ചോർച്ച ഉള്ളത് കൊണ്ടാണോ, അതോ ബി.ജെ.പിയുടെ ഭരണം കണ്ട് ജനങ്ങൾ വോട്ട് ഇട്ട് കൊടുക്കുന്നതാണോ? വോട്ട് ചോർച്ച ഉള്ളതുകൊണ്ടാണ്. എന്താ ചേട്ടാ അങ്ങനെ വ്യക്തമായിട്ട് പറയാൻ കാരണം? സമകാലികമായിട്ടുള്ള ന്യൂസുകൾ വായിച്ചു കേട്ടുള്ള അറിവ് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ ഡെയിലി പത്രം വായിക്കാൻ ന്യൂസ് കാണാറുണ്ട്, അതിൽ പറയുന്നത് വ്യക്തമാണ്. വോട്ട് ചോർച്ചയാണെങ്കിൽ ഇപ്പോൾ ഒരിടത്ത് രണ്ടിടത്ത് ശരി, എല്ലായിടങ്ങളിലും ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ ലീഡ് ഉണ്ടാകുക, ഭരണം പിടിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇത്രയും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, വോട്ട് ചോർച്ച ഉണ്ടെന്നുള്ളത്. ആ സംഭവം നടക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു സ്ഫോടനം നടക്കുന്നത് ചെങ്കോട്ടയിൽ? അതെന്താണ് ജനങ്ങൾ എന്ത് ചിന്തിക്കായിരിക്കും തോന്നുന്നുണ്ടോ? എന്തുകൊണ്ട് ഈ സമയത്ത് തന്നെ അങ്ങനെ നടക്കുന്നത്? അപ്പോൾ ഒരു വിഷയം മറഞ്ഞു പോകാൻ ചാൻസ് ഇല്ല. അതിൽ രാഹുൽ ഗാന്ധി പറയുന്ന ആ വിഷയം മറിഞ്ഞു പോകാൻ ഈ ഒരു സാഹചര്യം കൊണ്ടില്ലേ? ചേട്ടാ, ഇപ്പോൾ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് പ്രോംപ്റ്ററിലൊക്കെ അദ്ദേഹം വ്യക്തമായിട്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചിരുന്നല്ലോ. അതുപോലെ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം ഇന്നയിടത്ത് വോട്ട് ചോർച്ച ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടായിരിക്കും? നേരത്തെ 3 മാസം മുമ്പൊക്കെ തന്നെ ഇലക്ഷൻ ഡിക്ലെയർ ആണ് മുമ്പേ തന്നെ ഇതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, അപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അതെ. അത് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഒരുപാട് നാളുകൾ കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ ഒരിടത്തുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ ആ ഒരു സ്പോട്ടിൽ തന്നെ പറയുന്നതായിരിക്കില്ലേ ഏട്ടാ നല്ലത്? തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. പലയിടങ്ങളിലും ബി.ജെ.പി. ജയിക്കുമ്പോൾ അത് വോട്ട് ചോർച്ച ഉള്ളത് കൊണ്ടായിരിക്കോ, അതോ ജനങ്ങൾ വികസനം കണ്ടിട്ട് കൊടുക്കുന്നതായിരിക്കോ? ജനങ്ങൾ വികസനം കണ്ടിട്ട് കൊടുക്കുന്നത് തന്നെയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? രാഹുൽ ഗാന്ധിക്ക് അധികാരം കിട്ടാത്തതുകൊണ്ട് കൈയിട്ട് വരാൻ. എന്താ ബി.ജെ.പിയുടെ ഒരു ഭരണത്തെ പറ്റി എന്താ അഭിപ്രായം? ബി.ജെ.പിയുടെ ഭരണത്തെ പറ്റി നരേന്ദ്രമോദി വന്നതിന് ശേഷം ഇന്ത്യ അത്രയും പല രീതിയിലും ഡെവലപ്പ് ആയിട്ടുണ്ട്, പല രീതിയിലും മുന്നേറ്റം തന്നെയുണ്ട് നരേന്ദ്രമോദി. അതിൻ്റെ ഒരു മുന്നേറ്റം എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുണ്ട്, അത് കേരളത്തിലും ഉണ്ടാവും. കേരളത്തിൽ ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ മാറ്റങ്ങൾ ഉണ്ടാവും തോന്നുന്നുണ്ടോ? മാറ്റങ്ങളുണ്ടാവും. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി.ജെ.പിയും സി.പി.എമ്മും തമ്മിലാണല്ലോ ചേട്ടാ ഒരു വമ്പൻ പോരാട്ടം നടക്കാൻ പോകുന്നത്. ബി.ജെ.പി ഇത്തവണ നമ്മുടെ കോർപ്പറേഷൻ പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ തീർത്ത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും സീറ്റ് കൂട്ടുന്നുള്ള ഇതുണ്ട്. ചേട്ടാ കേരളത്തിന്റെ ഒരു മുഖച്ഛായ മാറുമെന്ന് തോന്നുന്നുണ്ടോ ബി.ജെ.പി ഇൻ കേസ് ഭരണം പിടിച്ചു കഴിഞ്ഞാൽ? ബി.ജെ.പി ഭരണം പിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിന്റെ മുഖച്ഛായ മാറും. ഈ കള്ളന്മാരുടെ കുറെ അഴിഞ്ഞാട്ടം നിൽക്കും. ചോർച്ച തന്നെയാണ്, അല്ലെങ്കിൽ സ്വാധീനമാണ്. അത് ബൈ ക്യാഷ് കൊടുത്ത് വോട്ട് വാങ്ങിയതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലായിടങ്ങളിലും അങ്ങനെ ആവണമെന്നില്ല, എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല. കോൺഗ്രസ് ജയിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒരിക്കലും രാഹുൽ ഗാന്ധി അങ്ങനെ പറയാറില്ല. ഇല്ല, അങ്ങനെയൊന്നും അല്ല. എല്ലായിടത്തും കാശ് കൊടുത്തിട്ട് വോട്ട് വാങ്ങിക്കാൻ പറ്റും, എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലായിടത്തും വരുന്നില്ല. വടക്കേന്റെ മൊത്തം അങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങോട്ടൊന്നും അങ്ങനെ വരില്ല. ഇവിടെ രണ്ട് കൂട്ടരും എല്ലാം ഒരുപോലെ ഇരിക്കും, സ്ട്രോങ് ആയിട്ട് നിൽക്കും. അവിടെ അങ്ങനെയല്ല, ഒരു വർഷം തീർന്നിരിക്കുക. രാഹുൽ ഗാന്ധി വോട്ട് ചോർച്ച ആരോപിക്കാറുണ്ടല്ലോ, പക്ഷേ ഒരിടത്ത് തിരഞ്ഞെടുപ്പ് നടന്നിട്ട് മാസങ്ങൾക്ക് ശേഷമായിരിക്കും കുറെ കണക്കുകളായിട്ട് വരുന്നത്. അറിയാൻ നോക്കൂ, കണ്ടുപിടിച്ച് വരണ്ടേ, ഇതെല്ലാം കണ്ടുപിടിച്ച് വരുമ്പോൾ ടൈം എടുക്കും, അതങ്ങനെയാണ്. രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ കള്ളവോട്ട് ഉള്ളത് കൊണ്ടാണോ, അതോ? കള്ളവോട്ടൊന്നുമില്ല, ഇല്ല. മോദിയാണ് ആൺകുട്ടി. അപ്പൊ മോദിയുടെ വികസന പ്രവർത്തനങ്ങൾ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ ജനങ്ങൾ വോട്ടിട്ട് കൊടുക്കുന്നത്. എന്തായിട്ടാ ബി.ജെ.പിയുടെ വികസന പ്രവർത്തനങ്ങളെ പറ്റി പറയാനുള്ളത്? ബി.ജെ.പിയുടെ വികസന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് കാര്യങ്ങളൊക്കെ അല്ലേ, മുഖസും എല്ലാവരും കൂടിയാണ്. കേരളത്തിൽ ഇപ്പോൾ ഒരു ബി.ജെ.പിക്ക് ഒരു അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉറപ്പാണ്. നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പൊ രാഹുൽ ഗാന്ധി പറയുന്നത് പോലെ വോട്ട് ചോർച്ചയുണ്ടോ, അതോ ബി.ജെ.പിയുടെ ഭരണം കണ്ടിട്ട് ജനങ്ങൾ വോട്ടിട്ട് കൊടുക്കുന്നതാണോ? വോട്ട് ചോർച്ച ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിന് തെളിവ് നമുക്ക് ഇല്ല. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് പറയാനും പറ്റത്തില്ല. പക്ഷേ മറ്റത് വ്യക്തമായ ഭൂരിപക്ഷവും കിട്ടിയിട്ടുണ്ട്. അപ്പം ജനസമ്മതിയാണ് അതിൻ്റെ
പ്രധാന ഇത്. ചേട്ടൻ എന്ത് തോന്നുന്നു ചേട്ടാ? ഇപ്പൊ പല സംസ്ഥാനങ്ങളിലും BJP വ്യക്തമായിട്ടുള്ള ലീഡോടെയാണ് ജയിക്കുന്നത്, നിസ്സാര വോട്ടുകൾക്കൊന്നുമല്ല. BJPയുടെ ഭരണം ജനങ്ങൾ സ്വീകരിച്ചു എന്നതിനുള്ളൊരു തെളിവല്ലേ? 100% അത് തന്നെയാണ്. എന്താണ് അവരുടെ ഒരു ഭരണത്തെ പറ്റിയുള്ള അഭിപ്രായം? എന്താണ് ഇപ്പോൾ ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് മോദി സർക്കാരാണ്. അവരുടെ ഭരണത്തെ പറ്റിയുള്ള ചേട്ടൻ്റെ അഭിപ്രായം എന്താണ്? കുഴപ്പമില്ലെന്നുള്ളതാണ്. കാരണം എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്നില്ല. ഇപ്പം ജൻ ഔഷധി തന്നെ ഒരുപാട് മുദ്ര ലോൺ ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുവന്നത് അവരുടെ സമയത്താണ്. അപ്പം അത് എന്തായാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുള്ളതാണ് സത്യം. അപ്പൊ എന്ത് തോന്നുന്നു അവിടെ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടാവോ? അതോ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ. അതോ BJPയുടെ ഭരണം കണ്ടിട്ട് ജനങ്ങൾ വോട്ട് ഇട്ട് കൊടുക്കുന്നതായിരിക്കോ? അങ്ങനെയൊന്നുമില്ല. അവർക്ക് നല്ല ഭരണം ആരോ കാഴ്ചവെക്കുന്ന അവർക്ക് വോട്ട് കൊടുക്കുക. അതാണ് ഇവിടുത്തെ പോളിസി. ഇപ്പോൾ ഇത് ജനങ്ങൾ അങ്ങനെ തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. വോട്ട് ചോർച്ച ഉള്ളത് കൊണ്ടാണോ അതോ ഭരണം കണ്ട് ജനങ്ങൾ ഇട്ട് കൊടുക്കുന്നതാണോ? ഭരണം കണ്ട് ജനങ്ങൾ ഇട്ട് കൊടുക്കുന്നത് തന്നെയാണ്. ചേട്ടനും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. എന്തായിട്ട് അവര് ഈ 10 വർഷത്തിലധികമായിട്ടുള്ള ഭരണത്തെ പറ്റിയുള്ള ചേട്ടന്റെ അഭിപ്രായം? നല്ല ഭരണം തന്നെയാണ്. നമ്മുടെ ചേട്ടൻ BJP കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് തോന്നുന്നു? ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാ ഉണ്ടാവും ചേട്ടന് ബേസിക് ആയിട്ട് തോന്നുന്നത്? ഈ സംസ്ഥാനത്തിന്റെ വ്യവസായികമായ വളർച്ചയിൽ, സാമ്പത്തികമായിട്ടുള്ള വളർച്ചയിലൊക്കെ മാറ്റം ഉണ്ടാവും. ഇനിയിപ്പോ ചേട്ടൻ ഇവിടെ ഇലക്ഷനൊക്കെ വരാൻ പോകുന്നുണ്ടല്ലോ, എന്തെങ്കിലും മാറ്റം BJP കേരളത്തിൽ സൃഷ്ടിക്കുമെന്ന് തോന്നുന്നുണ്ടോ? സീറ്റുകൾ പിടിക്കുകയോ ഭരണം പിടിക്കുകയോ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് മാറ്റം ഉണ്ടാവും.